ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ നാട്ടിലേക്ക് വരികയാണ്. നാളെയാണ് നമ്മൾ ട്രാവൽ ചെയ്യണത്. ഇപ്പോൾ ഫൈനൽ ഷോപ്പിങ്ങിന് പോവാണ് ദിവനും ഞാനും ഷിവും. ഇപ്പോൾ അവിടെ ഈവനിങ് 7 മണിയാണ്. ആൻഡ് ഈ ഒരു വീഡിയോൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് ഗിഫ്റ്റ്സ് വാങ്ങാണ്ട് ഫോർ ഫാമിലി ആൻഡ് കുറച്ച് ഗിഫ്റ്റ്സ് വാങ്ങാണ്ട് ഫോർ യു ഗൈസ്. അപ്പം ഞാൻ നമ്മുടെ ഇൻസ്റ്റാ ഫാമിലി, യൂട്യൂബ് ഫാമിലിക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങാൻ പോവാണല്ലോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഗിഫ്റ്റ് കൊടുക്കുക വാങ്ങിക്കഴിഞ്ഞാന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു കുട്ടി തോട്ടാണ് കേട്ടോ. കാരണം എനിക്ക് ഈ ഗിഫ്റ്റ് പേഴ്സണലി കൊടുക്കും വേണം, ഇങ്ങനെ പോസ്റ്റ് വഴി അയക്കേണ്ട. അതായിരുന്നു എനിക്ക്. ഐ വോണ്ടഡ് എ പേഴ്സണൽ ടച്ച്. അപ്പം എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ എപ്പോഴും നാട്ടിൽ വരുമ്പോൾ കുറേ നല്ല ആൾക്കാർ കേട്ടോ ചേച്ചീനെ വീഡിയോയിൽ കണ്ടു, സോഷ്യൽ മീഡിയയിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടാൻ വരാറുണ്ട്. എനിക്ക് വെച്ചാൽ എന്നോട് ഒരാൾ പരിചയപ്പെടാൻ വരുന്നതും സംസാരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് തോന്നി വൈ നോട്ട് മേക്ക് ദിസ് സ്പെഷ്യൽ. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഷോപ്പ് ചെയ്യാൻ പോകണം. ഗിഫ്റ്റ്സ് ഞാൻ എൻ്റെ കൂടെ ക്യാരി ചെയ്യും. എന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഞങ്ങളെ പരിചയപ്പെടാൻ വരുന്ന ഫസ്റ്റ് 5 പേർക്കാണ് കേട്ടോ ഈ ഗിഫ്റ്റ് ഞാൻ പേഴ്സണലി കൊടുക്കാൻ പോണത്, വിത്ത് ദാറ്റ് പേഴ്സണൽ ടച്ച്. അപ്പോൾ അതിൻ്റെ ഷോപ്പിങ്ങിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയ ഞാൻ ദിബിനോട് പറഞ്ഞപ്പോൾ ദിബിൻ പറഞ്ഞു സൂപ്പറാണ് കുട്ടി. So excited guys. പനി, ജലദോഷം, ചുമ മാറി വരുന്നു. അപ്പോൾ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഈ ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ. എൻ്റെ പനി മാറിക്കൊണ്ടിരിക്കുന്നു, ദിവിന്റെ പനി വന്നുകൊണ്ടിരിക്കുന്നു, ശിവന്റെ പനി ഉണ്ട്. ഫ്യൂച്ചർ ടെൻസ്. ഞാൻ പാസ്റ്റ്, ശിവ് പ്രസന്റ്, ഉണ്ണി ഫ്യൂച്ചർ. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത് ആംസ്റ്റർഡാം സിറ്റിയിൽ റോക്കിൻ പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഏകദേശം 20 minutes ആണ് ബൈ കാർ. ഇനി സൈക്കിൾ വഴി നമ്മൾ പോവുകയാണെങ്കിൽ അതും 20 minutes തന്നെയാണ്. കാരണം ആംസ്റ്റർഡാം സിറ്റീൻ്റെ തിരക്ക് കാരണം കൊണ്ടാണ് കേട്ടോ ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ 20 minutes. നമ്മളിതേ സിറ്റിയിലെത്തി. സൈക്കിൾ കണ്ടാൽ തന്നെ നമുക്ക് ഊഹിക്കാം. സൈക്കിൾ, ട്രാഫിക്, ടൂറിസ്റ്റ്, ഇതൊക്കെ തന്നെയല്ലേ ആംസ്റ്റർഡാമിൻ്റെ വൈബ്. എന്തായാലും നമ്മൾ നേരെ ഇപ്പോൾ പോണത് പാർക്കിങ്ങിൽ കാർ പാർക്ക് ചെയ്യാനാണ്. കാർ പാർക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ ഷോപ്പിംഗ് തുടങ്ങാം. നമ്മുടെ ഷോപ്പിംഗ് സ്ട്രീറ്റിലേക്ക് പോവാം കേട്ടോ. ആ ദൂരെ കാണുന്ന സ്ട്രീറ്റില്ലേ, അതാണ് കേട്ടോ നമ്മുടെ ഷോപ്പിംഗ് സ്ട്രീറ്റ്. ആംസ്റ്റർഡാം സിറ്റി നല്ല എക്സ്പെൻസീവ് ആയ ഒരു സിറ്റി തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ പാർക്കിംഗ് കോസ്റ്റേഴ്സ് 1 മണിക്കൂറിന് €6 മിനിമം. എപ്പോൾ പാർക്കിംഗ് ലോട്ട് കണ്ടാലും ഞാൻ ഒരു സീൻ ഓർത്ത് പോയിട്ടോ. നമ്മൾ പണ്ട് പാരീസിൽ പോയപ്പോഴേ ഇതേപോലെ ഒരു പാർക്കിംഗ് ലോട്ടിൽ വണ്ടി പാർക്ക് ചെയ്തു. എന്നിട്ട് മറന്നുപോയി വണ്ടി ഏത് പാർക്കിംഗ് ലോട്ടിലാണ് പാർക്ക് ചെയ്ത് തെരഞ്ഞു നടന്നു 2.5 മണിക്കൂർ. അതോടെ ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു പരിപാടി, ദിസ് ഈസ് എ വീഡിയോ പ്രൂഫ് ദാറ്റ് വി ആർ അറ്റ് -4 എങ്ങാനും മറന്നുപോയാ. ശിവന്റെ സൗണ്ട് മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ. പവറൊക്കെ ഉണ്ട് ശിവന്. അച്ഛക്ക് ഇടി കിട്ടൂട്ടോ. കണ്ട പഞ്ച് കിട്ടിയ കണ്ട. മതിയുടെ പാവട വെട്ടിക്കട മുക്കൻ. റോക്കിൽ നിന്ന് പാർക്കിംഗ് ലോട്ടിൽ നിന്ന് പുറത്ത് വന്നാൽ തന്നെ നമ്മൾ നേരെ എത്തണത് നമ്മുടെ ആംസ്റ്റർഡാമിലെ കാൽഫസ്ട്രാത്ത് പറഞ്ഞ സ്ട്രീറ്റിലാണ് കേട്ടോ. ആ ദൂരെ കാണുന്ന ബിൽഡിങ്സ് ഇല്ലേ, അതാണ് കാൽഫസ്ട്രാത്തിൻ്റെ ഇപ്പുറത്തെ ഓപ്പണിങ്. റിക്ഷ, സൈക്കിൾ റിക്ഷ. ഞങ്ങളിങ്ങനെ ഫാമിലി ആയിട്ട് റെഗുലർലി വന്ന് ഷോപ്പ് ചെയ്യുന്ന ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് അല്ല കേട്ടോ ഇത്. പക്ഷേ എൻ്റെ ഒരു റെഗുലർ സ്പോട്ടാണ്. ഞാൻ സ്ഥിരമായി വരുന്ന ഒരു സ്പോട്ടാണിത്. എനിക്കിങ്ങനെ തെരപ്പാര നടന്ന് കടകളുടെ ഷോപ്പൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ദിബിന് അങ്ങനത്തെ താല്പര്യമൊന്നുമില്ല. ദിബിൻ ഇസ് വെരി പെർട്ടിക്കുലർ അബൌട്ട് ദ തിങ്സ് ഈ ബൈസ് ആൻഡ് ദ ബ്രാൻഡ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ നേരിട്ട് കടയിൽ പോവും, സംഭവം എടുക്കും ആൻഡ് ഡൺ. ഞാൻ നേരെ ഓപ്പോസിറ്റ്. എന്തിനാ കിഡ്സിന് ഷൂ വാങ്ങാണ്ടോ? ഈ കിഡ്സിന് ജേഴ്സി നോക്കാനാണോ ഫുട്ബോളിന്റെ? ഓക്കെ, വി ക്യാൻ ഗോ ആൻഡ് ചെക്ക് ഔട്ട്. ഓക്കെ, എന്തെങ്കിലും കൊടുക്കണ നിർബന്ധം ഉറപ്പാ? ഫുട്ബോൾ ഷീൽഡിൽ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. പിന്നെ ഷൂ എത്ര ഉണ്ട്? മില്യൺ. 3 ഷൂ ഉണ്ട്. ഫുട്ബോൾ ഷൂ 1 ഉള്ളൂ. അതിനിപ്പോ നെക്സ്റ്റ് സൈസ് വാങ്ങല്ലേ വേണ്ടു? ഈ സൈസ് കഴിഞ്ഞിട്ട് ഒരാൾ ഫുട്ബോൾ ജേഴ്സി പിന്നെയും നോക്കാൻ പറ്റും. ഉണ്ടോ നോക്കി നോക്കും. കിഡ്സിന്റെ ഇല്ല ഓണൂല്ലേ? നമുക്ക് ഓൺലൈൻ വാങ്ങിയാലോ? ആണോ?
ശിവ കുറച്ച് ദിവസമായിട്ട് കിഡ്സിൻ്റെ എംബാബേൻ്റെ ജേഴ്സിയും പിന്നെ റൊണാൾഡോൻ്റെ ജേഴ്സിയും തിരഞ്ഞെടുക്കുകയാണ്. പാവത്തിന് കിട്ടില്ല, ഇവിടെയും കിട്ടിയില്ല. ഇവിടെ മോർ അഡൽട്ട് സ്റ്റഫാണ് ഉണ്ടായി, അഡൽട്ട് സ്റ്റഫോ ന്യൂനോ അഡൽട്ട്സിൻ്റെ സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ശിവ ലെഗോ കണ്ടു. ലെഗോ കണ്ട മോനെ കൺട്രോൾ ഭഗവതി കയ്യിൽ നിന്ന് പോയി. ഉണി അതിനകത്ത് കയറി പോയി കേട്ടോ. എൻ്റെ കൂടെ അച്ഛൻ്റെ കൂടെയാണോ? ഓക്കെ. ദിബിനും ഞാനും ഒരേപോലെ ഷോപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. ദോ വി ഹാവ് വെരി ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ഷോപ്പിംഗ്. അപ്പോൾ ദിബിൻ എന്നോട് പറയണ കടയിൽ നല്ല ഷൂ കണ്ടാൽ ഞാൻ വിളിക്കും, അപ്പോൾ ഫോൺ എടുക്കണം എന്നൊക്കെ കേട്ടോ. ദിബിൻ 2 കടയിൽ കയറി, 2 കടയിൽ നിന്നും ഷൂസ് കിട്ടില്ല. അപ്പോൾ 3ാമത്തെ കടയിൽ കയറിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരേ ഒരു മണിക്കൂറും കുറച്ചധികം ഷോപ്പ് ചെയ്യാനുള്ളതുകൊണ്ട് ഞങ്ങൾ സ്പ്ലിറ്റ് ആയിട്ടോ. ഞാൻ വേറെ കടയ്ക്ക് പോണപ്പോൾ ശിവന് പിന്നെ എൻ്റെ കൂടെ വരണ്ട, ബിക്കോസ് അവനും ജേഴ്സി തിരഞ്ഞെടുക്കാണ്. ഇതാണ് കേട്ടോ ഷോപ്പിംഗ് സ്ട്രീറ്റ് ആംസ്റ്റർഡാമിൻ്റെ. നാരോ ആയിട്ട് നല്ല രസമാണ് 2 സൈഡും കടകളും. ഇനി അവിടുന്ന് ഫർദർ നമ്മൾ നടന്നാൽ സിറ്റി സ്ക്വയറിലെത്തും. ഇതാണ് ഡാം സ്ക്വയർ. പല വീഡിയോയിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിലും ഇന്ന് ഞാൻ നിങ്ങൾക്ക് 360 വ്യൂ ആണ് കാണിച്ചു തരുന്നത്. കണ്ടില്ലേ? ഇത് ഒരു വ്ളോഗിൽ നിങ്ങൾ കാണില്ല. ഡാം സ്ക്വയറിന് ഫർദർ പോയാലാണ് കാൽഫസ്ട്രാറ്റിൻ്റെ അടുത്ത സ്ട്രെച്ച്. അവിടെയാണ് നമ്മുടെ ആക്സസറീസ് ഒക്കെ വാങ്ങാനുള്ള കട. നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റ് തരുന്നു ഒരുപാട് ആലോചിച്ചപ്പോൾ എനിക്ക് ഇതിന് ഒരുപോലെ തോന്നിയതാണ് ആക്സസറീസ് ഗിഫ്റ്റ് ചെയ്യാം കേട്ടോ. ആക്സസറീസ് ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മളൊരു പ്രഷ്യസ് ആയ അടിപൊളി ടൈംലെസ് ഡിസൈനാണ് നോക്കിയത്. നമ്മൾ ക്യോട്ടോ പേർലിൻ്റെ ഈ ഫ്രഷ് വാട്ടർ കൾച്ചേർഡ് പേർ ഇൻ സിൽവർ ആണ് നമ്മൾ പിക്ക് ചെയ്തത് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ ഷോർട്സ് ഞാൻ ഇട്ടുകൊണ്ട് ഇവിടെ ഞാൻ ഫർദർ അതേ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നമ്മൾ അതിനുശേഷം ഫാമിലിക്കും വേണ്ടി കുറേ ഗിഫ്റ്റ്സ് വാങ്ങി. എല്ലാം ഞാൻ ഇവിടെ കാണിച്ചു തരുന്നില്ല, കാരണം എല്ലാം കാണിച്ചാൽ ഈ വ്ളോഗ് ഇങ്ങനെ നീണ്ടു പോവും. അങ്ങനെ എല്ലാവർക്കും വേണ്ടി വാങ്ങിച്ച ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്ത് ഇനി നമ്മൾ പോണത് ആംസ്റ്റർഡാമിലെ ഫേമസ് ചൈനീസ് റെസ്റ്റോറൻറ്റിൽ വെച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ പേരാണ് ഷിച്വാൻ. നിങ്ങൾ എപ്പോഴെങ്കിലും ആംസ്റ്റർഡാം വരികയാണെങ്കിൽ ഇവിടെ എന്തായാലും വന്ന് കഴിക്കണം കേട്ടോ. ഇവിടെ ഇരുന്ന് കൊണ്ടാണ് നമ്മൾ ഗൂഢമായി ചിന്തിച്ചുണ്ടാക്കി എങ്ങനെയാണ് നമ്മൾ ഈ ഗിഫ്റ്റ് ഒരു പേഴ്സണൽ ടച്ചോടെ നിങ്ങൾക്ക് തരികയെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് കേട്ടോ. നമ്മളെല്ലാ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ നമ്മൾ പരിചയപ്പെടാൻ നല്ല കണക്ട് ചെയ്യാൻ ഇഷ്ടമുള്ള അടിപൊളി ആൾക്കാർ മീറ്റ് ചെയ്യാൻ വരാറുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാം ഈ ഗിഫ്റ്റ് എന്ന്. കാരണം എനിക്ക് എപ്പോഴും തോന്നാറ് സോഷ്യൽ മീഡിയയിൽ മാത്രം കണ്ട ഞങ്ങളെ, ഇല്ലെങ്കിൽ നിങ്ങൾ വീഡിയോസിൽ മാത്രം കണ്ട ഞങ്ങളെ വന്ന് മീറ്റ് ചെയ്യുമ്പോൾ ആ കാണിക്കുന്ന ലിറ്റിൽ ബ്യൂട്ടിഫുൾ സ്വീറ്റ് കറേജ് ഇല്ലേ, ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. ഇറ്റ് ഈസ് കോൺഫിഡൻസ് അല്ലേ. അപ്പം നമ്മൾ റാൻഡംലി മീറ്റ് ചെയ്ത് ആ മൊമെൻറ്റ് നമ്മൾ പ്രഷ്യസ് ആക്കുന്നു. ഈ ഗിഫ്റ്റ് ഞാൻ എൻ്റെ ബാഗിൽ കൊണ്ടുനടക്കും. എന്നിട്ട് നിങ്ങൾ എന്നെ പരിചയപ്പെടാൻ വരുമ്പോൾ ഞാൻ നിങ്ങൾക്കിത് തരും. ആൻഡ് വിൽ റിമെമ്പർ ദാറ്റ് മൊമെൻറ്റ് ഫോർ എവർ അല്ലേ. ദാറ്റ് വിൽ ബി എ പ്രഷ്യസ് മെമ്മറി. നമ്മൾ ഇനി മീറ്റ് ചെയ്യുമെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ വൈ നോട്ട്, റൈറ്റ്? എൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല അടിപൊളി സ്പൈസി ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ വീട്ടിൽ പോകാം കേട്ടോ. നല്ല ക്ഷീണമുള്ള ഡേയാണ്. നാളെ നമ്മൾ ഫ്ലൈ ചെയ്യാണ്. അതുകൊണ്ട് നോ ഫർദർ ടൈം വേസ്റ്റിംഗ്. ദിബനും ശിവു വീട്ടിൽ ചെന്ന് ഫ്രഷ് ആയിട്ട് കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനും ഇനി ഉറങ്ങാൻ പോവാണ്. നമുക്ക് രാവിലെ കാണാം. രാവിലെ ഒരു ഓട്ടാണ്. ദിസ് ഇസ് എ വീക്ക് ഡേ, ഇറ്റ്സ് എ വർക്കിംഗ് വീക്ക് ഡേ. രാവിലെ ശിവ സ്കൂളിൽ പോയി ആസ് നോർമൽ. ദിബിനാണ് ശിവനെ സ്കൂളിൽ കൊണ്ടാക്കാറ് എപ്പോഴും രാവിലെ. അപ്പോൾ ദിബിൻ ശിവനെ സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ച് വന്നിട്ട് വേണം ഞങ്ങൾക്ക് പാക്കിംഗ് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇതൊരു വർക്കിംഗ് ഡേ ആണ്, ഞങ്ങൾക്ക് ജോലി ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ നില വാങ്ങിയ പേൾ. 4 പേളുടെ സെറ്റ് കിട്ടിയുള്ളൂ. 5 എണ്ണം വാങ്ങണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം, പക്ഷേ അവിടെ ഉണ്ടായിരുന്നില്ല സ്റ്റോക്ക്. അതുകൊണ്ട് നമ്മൾ 4 ഗിഫ്റ്റാണ് കേട്ടോ കരുതിയിട്ടുള്ളത്. ഈ തവണ നമ്മൾ ഗിഫ്റ്റിന് ബോയ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാരണം ബോയ്സിന് എന്താ വാങ്ങണമെന്ന് എനിക്ക് ലാസ്റ്റ് മിനിറ്റിൽ ഡിസൈഡ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായി തോന്നി. പക്ഷേ പ്രോമിസ് ആണ് കേട്ടോ, നെക്സ്റ്റ് ടൈം നമ്മൾ ബോയ്സ് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഫ്രണ്ട്സിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. നമ്മൾ ടൈം ബോക്സ് ചെയ്തിട്ടാണ് പാക്ക് ചെയ്യുന്നത്. ശിവ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുന്നേ നമ്മളെല്ലാം പാക്ക് ചെയ്ത് കഴിയുന്നതാണ് നമ്മുടെ ആഗ്രഹം. കാരണം അതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ഡ്രൈവ് ചെയ്തിട്ട് ആംസ്റ്റർഡാമിൽ നിന്ന് പോകാനുള്ളത് എൻ്റെ കസിൻ്റെ വീട്ടിലേക്കാണ്, ബെൽജിയം. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ബ്രസൽസിൽ നിന്നാണ് ഫ്ലൈ ചെയ്യുന്നത് ടു അബുദാബി, ആൻഡ് ഫ്രം അബുദാബി സ്ട്രെയിറ്റ് ഓൺ ടു കോഴിക്കോട്. ഈ തവണ ഞാൻ നാട്ടിൽ വരുന്നത് എൻ്റെ 2 കസിൻസിൻ്റെ കല്യാണം കൂടാനാണ് കേട്ടോ. ഒന്ന് എൻ്റെ കസിൻ, ഒന്ന് ദിബിൻ്റെ കസിൻ. അതുകൊണ്ട് ഇന്ത്യൻ വെഡിങ്സ് ആയതുകൊണ്ട് ഒരുപാട് ഹൽദി, മെഹന്തി, കല്യാണം, അങ്ങനെ കുറേ ഫംഗ്ഷൻ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ആക്സസറീസ് മുഴുവൻ ഞാൻ കളക്ട് ചെയ്യാണ്. ഇവിടെ എന്തെങ്കിലും മറന്നു വെച്ചാൽ എൻ്റെ ഉടുപ്പിന് മാച്ചിങ് സംഭവങ്ങൾ എനിക്ക് കിട്ടില്ല. പിന്നെ നാടായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഒരുപാട് കസിൻസ് ഉണ്ട് ആൻഡ് വി ഓൾ ഷെയർ ആൻഡ് വെയർ. നമ്മൾ പാക്കിംഗ് ഓൾമോസ്റ്റ് കഴിയാനായി. അപ്പോൾ മാംസ് നമ്മളോട് ബൈ ബൈ പറയാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നാട്ടിൽ പോലെ ഇനി കുറച്ച് കാലം കഴിഞ്ഞിട്ടല്ലേ കാണുള്ളൂ. പാക്കിംഗ് കഴിഞ്ഞ് ഞാൻ ദിബിന് സ്കൂളിൽ പിക്ക് ചെയ്യാൻ പോയി ശിവനെ. രണ്ട് കുട്ടികൾ സ്കൂളിൽ ഉണ്ടാവില്ല. ശിവും ദനിയലും സാറ്റർഡേ ഇസ്രായേലിൽ പോവാണ്. ഓക്കെ, ക്യൂട്ട് ബേർഡിനെ ആക്കി കൊന്നിച്ചാണ്. ശിവന് ഞങ്ങളൊരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഇപ്പോൾ കൊടുക്കുന്നത്. ദിവ്യ വാങ്ങിക്കൊണ്ടെന്നാണ് ഇന്ന് രാവിലെ. ഇഷ്ടമായി പോലെ നോക്കട്ടെ, ഫേസ് നോക്കട്ടെ. നമ്മുടെ കുട്ടിയുടെ കുട്ടിയുടെ ഫേസ് ഇഷ്ടമായിച്ചിട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിച്ചു. ഇട്ടോ കൂട്ടോ. ശിവദിബിനെ പോലെ തന്നെ സെയിം, വെരി വെരി പെർട്ടിക്കുലർ. അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇഷ്ടമുണ്ടായാൽ മാത്രമേ ഇടുള്ളൂ. ഇത് ഇഷ്ടപ്പെട്ടിരിക്കണു. മറ്റേത് കൂടി ഇടും.
വിശന്ന് ഇങ്ങനെ ഇന്ത്യയൊക്കെ ഉണ്ടല്ലോ എവിടെയോ എത്തിയിരിക്കുന്നു വിശപ്പൊക്കെ. നീ ഒന്ന് ഫുഡ് കഴിക്കണം. Yeah, it's kattaling. It kattals when you walk, I think. ഡാർക്കിൽ നിൽക്കുക സൺലൈറ്റിലെ ഉണ്ടില്ല. നൈസ് മാൻ, കീപ് ഇറ്റ് ഓൺ, ലുക്സ് നൈസ്. ഇത് ഇന്നലെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ച ഡിന്നറിൻ്റെ ബാക്കിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ. ഉണ്ണിക്ക് റൈസ് വേണോ? വേണ്ടല്ലോ ബൈ. എനി ചാൻസ് ഡു യു വാണ്ട് ദിസ് റൈസ്? ഓ ദിസ് ഈസ് സോ യം. വാവ്, ലുക്സ് സോ നൈസ്. വിശന്നിരിക്കുമ്പോൾ എന്തൊരു സാധനം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നല്ലത് പാർസൽ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചത് അതൊക്കെ ആര് കഴിക്കും, എന്തിനാ കൊണ്ടുപോകണമെന്ന്. അങ്ങനെ നമ്മൾ റഷിൽ ഒരു ലഞ്ച് കഴിച്ച് തീർത്തു. എന്നിട്ട് നേരെ പോയത് റെഡി ആവാനാണ് കേട്ടോ. കാരണം നമുക്ക് ഇനി ഡ്രൈവ് ചെയ്ത് പോകാനുള്ളത് നേരെ ബെൽജിയത്തേക്കാണ്. ബെൽജിയത്താണ് എൻ്റെ കസിൻ ഉള്ളത്, എൻ്റെ മേമയുടെ മോൻ. അവൻ വന്നിട്ട് 8 മാസമായി. അവൻ്റെ മുന്നിൽ കുറേ പ്രാവശ്യം ആംസ്റ്റർഡാം വന്നിരിക്കുന്നു. പക്ഷേ ഒരു സമയത്തും എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ആ സമയത്തൊക്കെ ഞാൻ ഓൺ ആൻഡ് ഓഫ് വ്ളോഗിങ് ആയിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അവനെ അവിടെ ചെന്നിട്ട് മീറ്റ് ചെയ്യിപ്പിച്ചു തരാം കേട്ടോ, അവനെയും അവൻ്റെ ഫാമിലീനെയും. ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് ലാസ്റ്റ് മിനിറ്റ് വെയിറ്റ് ചെക്കിംഗ് ആണ്. ഞാൻ മുകളിൽ നിന്ന് ഓൾറെഡി വേ ചെയ്തതായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് പെട്ടെന്നൊരു ഡൗട്ട്, ഞാൻ വേ ചെയ്ത് ശരിയാണോ അല്ലയോ എന്ന്. അതുകൊണ്ട് ദിബിനോടൊന്ന് ഞാൻ വെരിഫൈ ചെയ്യാൻ പറഞ്ഞതാണ്. 3 ആഴ്ചത്തേക്ക് നമ്മൾ പോകണോണ്ടേ കുറേ സാധനങ്ങൾ എടുത്ത് വെക്കാനും പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. പെട്ടെന്ന് പോകുമ്പോഴാണ് ഞാൻ നോക്കിയത് ഈ കുഷൻ ഉള്ളിലെടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ സ്റ്റോർ റൂമിൽ വെക്കാൻ പോവാണ്. കാരണം തിരിച്ച് വന്ന മഴ പെയ്താണ്ടല്ലോ എൻ്റെ കുഷൻ നശിച്ച് പോവും. ഫൈനൽ ലോക്ക് ചെക്ക്, കർട്ടൻ ചെക്സ്, അതൊക്കെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇറങ്ങിയാലോ ഗായ്സ്. നമ്മൾ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചാണ് കേട്ടോ. ഇറങ്ങി വന്നപ്പോൾ നമ്മൾ 8 മണിയായി. നല്ല വെളിച്ചം കണ്ട് തെറ്റിദ്ധരിക്കരുത്, ഇത് രാത്രി 8 മണിയാണ്. ഈ പ്രാവശ്യം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ബ്രസൽസ് നിന്നാണ്. കാരണം ആംസ്റ്റർഡാമും ബ്രസൽസ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ബുക്കിംഗ് ആയതുകൊണ്ടേ ഭയങ്കര റേറ്റ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തോന്നി ബ്രസൽസ് നിന്ന് ബുക്ക് ചെയ്യാം. അതിൻ്റെ ഒരു വേറെ ഗുഡ് തിങ് എന്താ വെച്ചാൽ എൻ്റെ കസിനും അവിടെ തന്നെയാണല്ലോ, ശ്രീയും കിച്ചും മോനും. അപ്പോൾ അവരും കൂടി കണ്ടിട്ട് നമുക്ക് ഫ്ലൈ ചെയ്യാമല്ലോ. ഇറ്റ് വാസ് ഓൾസോ വെരി പെർഫെക്റ്റ് ആസ് പെർ ദ പ്ലാൻ. അതുകൊണ്ട് നമ്മൾ ബെൽജിയത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോവാണ്. ആംസ്റ്റർഡാമിൽ ഏകദേശം 2.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് കേട്ടോ. നല്ല റിലാക്സ്ഡ് ആയ ഒരു ഡ്രൈവാണ്. അതുകൊണ്ട് നമ്മൾ ചില്ലായിട്ട് പോകണം. നമുക്ക് നാളെ രാവിലെ 10 മണിക്കാണ് ഫ്ലൈറ്റ്. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടം പോലെ സമയമുണ്ട്. പോണ വഴിക്ക് നമ്മൾ ശിവന് വെക്കേഷൻ മൂഡ് പ്രോപ്പീസ്, വെക്കേഷൻ സ്റ്റാർട്ട് ആയതുകൊണ്ട് ശിവന് ബർഗർ കിങ് വെച്ചിട്ടാണ് നമ്മുടെ വെക്കേഷൻ മൂഡ് ഓൺ ചെയ്ത് കൊടുക്കേണ്ടത്. ഇറ്റ്സ് എ ജങ്ക് വി നോ, ബട്ട് സംടൈംസ് ഇറ്റ്സ് ഓക്കെ. അതുകൊണ്ട് നമ്മൾ ശിവന് ബർഗർ കിങ് പാർസലൊക്കെ വാങ്ങിയതിന് ശേഷം സ്ട്രെയിറ്റ് പോയത് എവറിക്കാണ് കേട്ടോ. എവർ ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു. ബെൽജിയത്തിൽ ആരെങ്കിലും ഈ ബ്ലോഗ് കാണുകയാണെങ്കിൽ ഇഗ്നോർ പ്ലീസ്. ഹേ ബ്രോ, നമുക്ക് അവിടെ ഇട്ടാലോ കുറച്ചു നേരം ഇത് എടുക്കുന്ന. എൻ്റെ കസിൻ ഗ്യാങ് മോസ്റ്റ്ലി ഉള്ളത് ദുബായ് ആ ഏരിയയിലാണ് കേട്ടോ. യൂറോപ്പിൽ ആരുമില്ല. അതുകൊണ്ട് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ കസിൻസ് ദുബായിലൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ എന്നെ മീറ്റ് ചെയ്യാൻ. എനിക്കിവിടെ ആരുമില്ലല്ലോ. പക്ഷേ ശ്രീ, കിച്ചു, മോനും കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇവിടെ മൂവ് ചെയ്തപ്പോണ്ടല്ലോ, എനിക്ക് എന്തൊരു ഹാപ്പി ആയി എന്നറിയോ. കിച്ചുകൾ ഞങ്ങൾ വരുന്നതുകൊണ്ട് ഡിന്നർ ഉണ്ടാക്കി വെച്ചിരിക്കുക കേട്ടോ. ചപ്പാത്തി, സാലഡ് ആൻഡ് ഹെർ ഫേമസ് പെപ്പർ ചിക്കൻ കറി. ഇതാണ് ശ്രീ, എൻ്റെ ബ്രദർ, എൻ്റെ മേമയുടെ മോൻ ഷൊർണൂരിൽ നിന്നാണ്. ആൻഡ് ദിസ് ഇസ് മൈ സിസ്റ്റർ ഇല്ലോ. സിസ്റ്റർ എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഇപ്പം ബ്രദറാണല്ലോ. ആൻഡ് ഷീസ് ഫ്രം, പറയൂ കുട്ടി, കുട്ടി പറയൂ. ഇവർക്ക് രണ്ടുപേർക്ക് ശരിക്കും പറഞ്ഞ ക്യാമറ ഷൈയാണ് കേട്ടോ. ഇവര് എനിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ഇരുന്ന് തരുന്നതാണ്. ഇവര് ബ്രസൽസിൽ വന്നിട്ട് എത്ര കാലമായിട്ട് പറയണല്ലേ? 8 മാസമായി വന്നിട്ട്. കിച്ചു എങ്ങനെയുണ്ട്? 8 മാസം നിനക്ക് നേരത്തെ വന്നവർക്ക് പിന്നെ അതുകൊണ്ട് ഇപ്പോൾ 8 മാസമാണ്. എങ്ങനെയുണ്ട് ബ്രസൽസ്? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഇവര് ഇപ്പൊ ഇവിടെ ഈ വീട്ടില് ഒരു കുറച്ച് ദിവസം കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് ഇവര് ഇവിടുന്ന് മാറുകയാണ്. ഇവര് വേറെ സ്ഥലത്തേക്ക് പോവാണ്. എവിടേക്കാ പോകുന്നത്? കുഞ്ഞപ്പൻ, മിസ്റ്റർ ആരപ്പൻ. ഒച്ച കുറച്ച് കുറയ്ക്കുന്നത്. അല്ലെങ്കിൽ രാത്രി 12 മണിയായിരിക്കും നമ്മൾ എത്താൻ ലേറ്റ് ആയി. നമ്മൾ 8:30 ഇറങ്ങി. ഇവിടെ എത്തിയപ്പോൾ 12:30.
ഇനി ഞങ്ങൾ പോയി ഫുഡ് കഴിക്കട്ടെ. ദിവ്യ മിസ്സിംഗ് ആണ്. ദിവ്യ വണ്ടി ചാർജിന് വെക്കാൻ പോയിരിക്കുന്നത്. Once upon a time, Devin was kidnapped. Oh my god, no. സെൽഫായിട്ട് കിഡ്നാപ്പ് വണ്ടിയാണ് കിഡ്നാപ്പർ. I like your sense of humor, boy. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വിടാം. Come on. ഓക്കെ മതി, നിർത്തടാ. ഗീത മാമ കിച്ചന്റെ കറി ടു ഗുഡ് ആണ്. ഗീത മാമ ഇത് കാണണ്ടെന്ന് എനിക്ക് അറിയാം. നീ കഴിക്കുന്ന ഞാൻ കഴിക്കാം. എന്റെ കസിൻ ഗാംഗിൽ ഏറ്റവും മൂത്തതാണ് ഞാൻ. ശ്രീ എത്രാമത്തെയാണെന്ന് ഇപ്പൊ കൗണ്ട് ചെയ്ത് പറയാൻ പറ്റില്ല, കാരണം ആസ് എ വെരി ബിഗ് ഫാമിലി. പക്ഷെ ദേ ആർ യങ് കപ്പിൾ. കിച്ചു ശ്രീ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയിട്ട് ബെൽജിയത്തേക്ക് മൂവ് ചെയ്തിട്ടേ ഉള്ളൂ. അവർ കഴിഞ്ഞ പ്രാവശ്യം അമ്മ വന്നപ്പോൾ ആംസ്റ്റർഡാമിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ ഒരു വ്ളോഗിങ് മൈൻഡ് സെറ്റിലല്ലാത്തതുകൊണ്ട് വ്ളോഗൊന്നും എടുത്തില്ല. നെക്സ്റ്റ് ടൈം അവർ വരുമ്പോൾ നമുക്ക് അവരെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. വ്ളോഗിലൊക്കെ നമുക്ക് അവരോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. എന്തായാലും നമുക്കിപ്പോൾ എയർപോർട്ടിലേക്ക് പോകാം കേട്ടോ. ഏകദേശം 6:30 ഇറങ്ങണമെന്നാണ് പ്ലാൻ ചെയ്തത്. 7 മണിയായി ഇറങ്ങിയപ്പോൾ എയർപോർട്ടിൽ എത്തിയപ്പോഴത്തേക്ക് ഒരു 7:30 ആയിട്ടോ. നമ്മുടെ ഫ്ലൈറ്റ് 10 o'clock. നമ്മൾ നേരെ പോയത് ചെക്ക് ഇൻ കൗണ്ടറിലേക്കാണ്. ഇവിടെ എത്തിയപ്പോൾ ഒരു മനുഷ്യ കുഞ്ഞുമില്ല. നമ്മളായിരുന്നു ആദ്യത്തെ ആൾക്കാർ. പക്ഷേ പ്ലോട്ടിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായിട്ടോ. നമുക്ക് അലൗഡ് ബാഗേജ് വാസ് 30 kilo and 7 kilo. പക്ഷേ ഞാൻ booking.comന്റെ ഫോം എടുത്ത് നോക്കിയപ്പോൾ പെട്ടിയുടെ ഡയമെൻഷൻ 23 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ മനസ്സിൽ രജിസ്റ്റർ ചെയ്ത് 23 kilos ആണ്. എന്നിട്ട് ഞാൻ ദിവനോട് പറഞ്ഞു, നീ നമുക്ക് 23 കൊണ്ടുപോകാൻ പറ്റൂ. എന്നിട്ട് എല്ലാ പെട്ടിയിലും 23 kilo വെച്ച് പാക്ക് ചെയ്തു. ശരിക്കും നോക്കുമ്പോൾ 30 kilos അലൗഡ് ആയിരുന്നു. പെട്ടികളെല്ലാപ്പോഴും ഓവർ വെയിറ്റ് ആവുമല്ലോ എന്നാണ് മനുഷ്യന്മാരുടെ ടെൻഷൻ. ഇത് നേരെ തിരിച്ചായിരുന്നു. ഇത് അണ്ടർ വെയിറ്റ് ആയിപ്പോയി. എനിവേസ് ലഗേജ് ഒക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഓടുകയാണ്. കാരണം വെച്ചാൽ ബ്രസൽസ് എയർപോർട്ടിൽ സിസ്റ്റം ഫോൾട്ട് ആയതുകൊണ്ട് പല ഫ്ലൈറ്റിന് ഇമിഗ്രേഷൻ ലേറ്റ് ആയി. എത്തിപ്പോയി എങ്കിലും ഹൊട്ടായിരുന്നു അറിയോ. ഞങ്ങളങ്ങനെ മനസ്സിലിങ്ങനെ ടൈം ബോംബിൽ നിൽക്കണ പോലെ മനസ്സ് പിടിച്ച് ഏകദേശം 10 minutes ബാക്കിയുള്ളപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ വന്ന് കയറി. സമാധാനം. ശരിക്കും എയർപോർട്ടിൽ അവർ പറയുന്നുണ്ട് നിങ്ങളുടെ ഫ്ലൈറ്റ് മിസ് ചെയ്താലും എയർലൈൻസ് വേറെ ബുക്ക് ചെയ്ത് തരും. എന്നാലും നമ്മളൊരു സ്ഥലത്ത് പ്ലാൻ ചെയ്ത് എക്സൈറ്റഡ് ആയിട്ട് പോകുമ്പോൾ ഫ്ലൈറ്റൊക്കെ മിസ്സാവുക പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ എന്തായാലും സമാധാനമായി. എൻ്റെ സംസാരത്തിൽ നിങ്ങൾ കേട്ട റഷ് ആ എഡിറ്റ് ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് സീനിന് ഓടണ റഷ് ആയിരുന്നു. ഇനി ഞാൻ സമാധാനമായിട്ട് സംസാരിക്കാത്തത്. ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ പിന്നെ നമ്മുടെ റെഗുലർ സീൻസ് തന്നെയല്ലേ. കടന്നുറങ്ങുക, കുറച്ച് നേരം കളിക്കുക, എന്നിട്ട് ഫുഡ് അടിക്കുക. ഈ പ്രാവശ്യത്തെ എയർപോർട്ട് ഫുഡ് നന്നായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. നമ്മൾ നോൺ വെജ് ഓപ്ഷനാണ് ഓർഡർ ചെയ്തത്. മാഷ് പൊട്ടേറ്റോസ്, ചിക്കൻ, സാലഡ്, പിന്നെ ശിവ കഴിച്ചത് പാസ്ത. അങ്ങനെ നല്ല ഫുഡായിരുന്നു കേട്ടോ. നോ കംപ്ലയിൻസ്. നമ്മൾ കുറച്ച് നേരം കൂടി ഫ്ലൈറ്റിലിരുന്ന് ചില്ല് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ എത്താനായി ഏകദേശം. ഞാൻ ഇപ്പോഴും ഫ്ലൈ ചെയ്യുമ്പോൾ ആലോചിക്കാറുണ്ട് കേട്ടോ, ഇത് ബ്യൂട്ടിഫുൾ ആണല്ലേ നമ്മുടെ ഈ വേൾഡ്, ഈ എർത്ത് എന്ന് പറയുന്ന ഈ സംഭവം, ഈ പ്ലാനറ്റ്. ഞാൻ മുകളിൽ നോക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ, ഭൂമിയിൽ കുറച്ച് സർക്കുലർ പാച്ചസ്. എനിക്ക് ഷാഡോ പോലെയൊക്കെ തോന്നിയത്. ഞാൻ വീട്ടിൽ വന്നിട്ട് ChatGPTയോട് ചോദിച്ചപ്പോൾ ChatGPT പറഞ്ഞത് ദിസ് ഇസ് സെൻറ്റർ പ്രൈവറ്റ് ഇറിഗേഷൻ പാച്ചസ്. അതായത് ഈ ഡ്രൈ ലാൻഡിൽ യൂസ് ചെയ്യുന്ന ഒരു ഫാമിംഗ് ടെക്നീക്കാണ് അത്ര. ഇത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ലൈഫിൽ എപ്പോഴെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് കേൾക്കുന്നു. എനിവേസ് ഇറ്റ് വാസ് അത്ഭുതം ഫോർ മീ. നമ്മൾ ഓൾമോസ്റ്റ് അബുദാബി എത്താനായിട്ടുണ്ട് കേട്ടോ. ഫ്ലൈറ്റ് ഇറങ്ങുമ്പോഴാണ് മേജർ പേടി. എനിക്ക് ചെവി വേദന എന്നൊക്കെ പറഞ്ഞാൽ നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. ബ്ലാസ്റ്റ് ആവുമെന്ന് തോന്നില്ലേ നമുക്ക് ചെവി. ഏകദേശം ആ പോലത്തെ വേദന. ലാൻഡ് ചെയ്തപ്പോൾ കിട്ടിയൊരു സമാധാനം. മൈ ഗുഡ്നസ്, ഐ കാൺട്ട് പുട്ട് ഇറ്റ് ഇൻ വേർഡ്സ്. ദിവനുണ്ടായിരുന്നു ചെറുതായിട്ട് ചെവി വേദന. നമുക്ക് കോൾഡും പനി ഉണ്ടായിരുന്നല്ലോ ഫ്ലൈ ചെയ്യണതിൻ്റെ മുമ്പേ. അതുകൊണ്ടാണ് ഷൂയിങ് ടെക്നീക്ക്, ചെവി അടച്ച് പിടിക്കുന്ന ടെക്നീക്ക് എല്ലാം യൂസ് ചെയ്തിട്ടും പെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് പലപ്പോഴും തോന്നാറ് ചെവി പെയിൻ ഉണ്ടെങ്കിൽ അത് എന്തായാലും വേദനിക്കും. നമുക്ക് തോന്നുകയാണ് ആ വേദന നമുക്ക് പലതും വെച്ച് കൺട്രോൾ ചെയ്യാം. ഇൻറ്റൻസായി വരേണ്ട വേദനയാണെങ്കിൽ എന്തായാലും വന്നിരിക്കും. എനിക്ക് ഇന്നേ വരെ ചെവി ക്ലോസ് ചെയ്ത് പിടിക്കലും ഷൂയിങ് ടെക്നീക്കൊന്നും ഫുള്ളി റിലീഫ് തന്നിട്ടില്ല. ഇറ്റ് ജസ്റ്റ് ഫീൽസ് ലൈക്ക് എ റിലീഫ്, ബട്ട് ദ പെയിൻ ഇസ് സ്റ്റിൽ ദയർ. നമ്മളെന്തായാലും അബുദാബി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. നമുക്കിവിടെ ഒട്ടും സമയമല്ല, 1.5 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം കഴിഞ്ഞ് അടുത്ത ഫ്ലൈറ്റിലേക്ക് കയറി. ദിസ് ഇസ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് ലെഗ് ഓഫ് അവർ ഫ്ലൈറ്റ്, ഫ്ലൈങ് ടു കോഴിക്കോട്. ഞങ്ങൾ സ്ഥിരം ട്രാവൽ ചെയ്യുമ്പോൾ കുറേ ഗെയിംസ് കൊണ്ടുപോകും. എൻ്റെ ശിവന് ഫേവറേറ്റ് IQ ഗെയിമാണ് കേട്ടോ ഈ കാണുന്ന നമ്പർ ഗെയിം. ഏത് ഏജ് ഗ്രൂപ്പിനും പെർഫെക്റ്റ് ആയ ഗെയിമാണ്, കിഡ്സിനും അഡൾട്ട്സിനും. ഇത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ വാങ്ങിക്കോളൂ കേട്ടോ, നല്ല അടിപൊളി സാധനമാണ്. ഈ ഫ്ലൈറ്റിലെ ഫുഡും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ദാൽ ഖിച്ചടി, ചിക്കൻ കറി, പിന്നെ ഒരു മാംഗോ പുഡിങ്,
രസമായിരുന്നു. ഞങ്ങൾ വിശന്ന് ചെറിലിഞ്ഞിരിക്കണോണ്ടേ ഞങ്ങൾക്ക് ഫുഡ് അടിപൊളി ഇഷ്ടമായി. കാരണം വെച്ചാൽ നമുക്ക് എയർപോർട്ടിൽ ഒട്ടും ഒന്നും വാങ്ങാൻ സമയമില്ലായിരുന്നു. ഓട്ടം മാത്രമായിരുന്നു. ഫ്ലൈറ്റ് കിടന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി, ഇമിഗ്രേഷൻ ഫോംസ് ഫില്ല് ചെയ്തു. ശിവ് ബ്രസൽസ് ടു അബുദാബി ഫ്ലൈറ്റിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഫ്ലൈറ്റിലാണ് കിടന്നുറങ്ങിയത്. അതുകൊണ്ട് കോഴിക്കോട് എത്താനായപ്പോൾ ശിവനെ വേക്കപ്പ് ഒക്കെ ചെയ്തു. കോഴിക്കോട് എത്തിയപ്പോൾ ആ ഒരു ഫീൽ, മൈ ഗോഡ്, നമ്മുടെ നാട്ടിൽ കാല് കുത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന കോഴിക്കോട് എത്തിയേ എന്തൊരു എക്സൈറ്റിംഗ് ആണ് അറിയോ. രാവിലെ 3 മണിയാണ് സമയം. ചെവി എനിക്ക് കേൾക്കുന്നേ ഇല്ല. ചെവി അടഞ്ഞിരിക്കുക പൊട്ടിയിരിക്കുക എന്നൊന്നും മനസ്സിലാവില്ല. എനിക്ക് ചെവി ശരിയായോ? മലയാളത്തിൽ കേൾക്കുമ്പോൾ ശിവി ഇനി ഫുൾ എക്സൈറ്റഡ് ആണ്. മലയാളം കണ്ടിട്ടും ഹിന്ദി കണ്ടിട്ടും. നമ്മൾ പിക്ക് ചെയ്യാൻ വരുന്നുണ്ട്, അച്ഛൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബാഗിലേക്ക് കളക്ട് ചെയ്യാം. ഷിബി ഇപ്പം എവിടെയാണ്? ഹാപ്പിയാണോ? എത്ര ഹാപ്പിയാണ്? 5 stars. 5 stars. ശിവ ഒരു 3-4 പ്രാവശ്യം 5 സ്റ്റാർ പറഞ്ഞിട്ടു. ഞാൻ കേട്ടത് 5 റേഞ്ചോ അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ. എൻ്റെ ചെവി അടഞ്ഞിരിക്കാൻ എനിക്ക് ശരിക്കും പറഞ്ഞൊന്നും കേൾക്കുന്നില്ല. ലഗേജ് ബെൽറ്റിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ലഗേജൊക്കെ കിട്ടി. പുറത്ത് അച്ഛൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. രാത്രി 2:45 സമയം. ഇന്ത്യയിലെ ഫസ്റ്റ് പോർട്ട് ഓഫ് എൻട്രി നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള എയർപോർട്ട് ആകുമ്പോഴുള്ള രസമില്ലേ, അത് വേറെയാണ്. കോഴിക്കോട് ലാൻഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന എക്സൈറ്റ്മെൻറ്റ് വേറെ എവിടെ ലാൻഡ് ചെയ്താലും കിട്ടാറില്ല കേട്ടോ. നമ്മുടെ വീട് മഞ്ചേരി ആയതുകൊണ്ട് 1/2 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ. നമ്മൾ പിക്ക് ചെയ്യാൻ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹസ്ബൻ്റെ അച്ഛനാണത്. രണ്ടുപേരും ഒരേപോലെയല്ലേ കാണാൻ, മൊട്ട സെയിം ടു സെയിം. താടി ഡിഫറൻസ് ഇവർ തമ്മിലുള്ളൂ. ശിവ് നാട്ടിലെത്തി സൂപ്പർ എക്സൈറ്റഡ് ആണ് കേട്ടോ. അവൻ്റെ വേൾഡിലത്തെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആൻഡ് ഇഷ്ടപ്പെട്ട പ്ലേസ് ആണ് അത്ര ഇന്ത്യ. ഒരു ഗ്രാൻഡ് ചൈൽഡ് ഗ്രാൻഡ് പാരൻറ്റ് ഇൻട്രാക്ഷൻ കണ്ടു നിൽക്കാൻ എനിക്ക് ഇഷ്ടമാട്ടോ. ഞാൻ അങ്ങനെ വായി നോക്കി നിൽക്കാറുണ്ട്. അച്ഛനും ശിവും അമ്മയും ശിവും ഒക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് ഓർമ്മ വരാറുണ്ട്. എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയുള്ള എൻ്റെ ഇൻട്രാക്ഷൻ. ഞാൻ എൻ്റെ ഫാമിലിയിൽ ആദ്യത്തെ ഗ്രാൻഡ് ചൈൽഡ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് എല്ലാവരെയും പാമ്പറിങ് ഒരുപാടധികം കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷണലായി തോന്നും. എനിക്ക് എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ ഓർമ്മ വരും. സ്പെഷ്യലി എൻ്റെ അമ്മമ്മ എൻ്റെ ജീവനായിരുന്നു. ഞങ്ങൾ നാട്ടിലെത്തിയപ്പോൾ ചൂട് കൊണ്ടായിരിക്കാം മഴ ചാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാൻഡ് ചെയ്തപ്പോൾ എത്ര ചൂട് തോന്നിയില്ല. ഇന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ 2 ദിവസമായല്ലോ. നല്ല ചൂടുണ്ട് നാട്ടിൽ. നമ്മളെല്ലാ കൊല്ലം നാട്ടിൽ വരാറുണ്ട്. പക്ഷേ ഈ കൊല്ലം വന്നത് 7 മാസത്തെ ഗ്യാപ്പില്ല. അപ്പോൾ അധികം അങ്ങോട്ട് ദൂരെ നിന്നു തോന്നുന്നില്ല. നാട് വാസ് വെരി വെരി ഫെമിലിയർ. നല്ല രസമായിരുന്നു. വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം. സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. ഇനി വിഷു വ്ളോഗായിട്ട് നമുക്ക് കാണാം.